അപ്പോൾ കേരളം ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഭരണ തുടർച്ചയോ അതോ ഭരണമാറ്റമോ അതോ മറ്റൊരു രീതിയിലുള്ള മാറ്റമോ എന്ന് വിധി എഴുതാൻ ജനങ്ങൾ തയ്യാറെടുത്ത് കാണുമെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമില്ല. 2,71,00,000-ലേറെ വോട്ടേഴ്സാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. വാനോളം പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പിന്റെ സമയം. നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണികളും. അതിനിടെ ചില നാടകങ്ങളൊക്കെ അരങ്ങേറി. അതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചാനലുകൾ വഴി കണ്ടുകാണും. 24 തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ഇനി നമുക്ക് തിരുവനന്തപുരത്തെ മണക്കാട്ടെ പോളിംഗ് ബൂത്തിൽ ഈ പോളിംഗ് ഒരുക്കങ്ങളുടെ വിവരങ്ങൾ നൽകാനും അതിൻ്റെ ക്രമീകരണങ്ങളെ കുറിച്ച് പറയാനുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, ഈ പരിപാടിയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ദ ഗ്രാൻഡ് ഡിബേറ്റ് തുടരുകയാണ്. എന്തൊക്കെയാണ് പോളിംഗ് ക്രമീകരണങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഗുഡ് ഈവനിങ്. എസ്കെൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ വരാനിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു വിധിയെഴുത്തായി നാളത്തെ ദിവസം മാറും കാര്യത്തിൽ തർക്കമില്ല. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പലവിധത്തിലുള്ള പ്രത്യേകതകൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആര് ജയിച്ചാലും അല്ലെങ്കിൽ ആര് സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയാലും അത് കേരളത്തിന്റെ ചരിത്രമാകുമെന്നുള്ളതാണ്. മൂന്നാം തുടർ ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് LDF-നെ സംബന്ധിച്ച് അവരുടെ വലിയ ചരിത്രമാണ്. അതേസമയം 2 വർഷം 2 ടൈം പ്രതിപക്ഷത്തിരുന്ന ശേഷം UDF-ന്റെ നേതൃമികവ് കൊണ്ട് അധികാരത്തിലെത്തിയാൽ അവർ അക്കാര്യത്തിൽ ആ രീതിയിൽ ചരിത്രമാകും. ശക്തമായ ത്രികോണപ്പോര് നടത്താൻ കഴിഞ്ഞു ഇത്തവണ എന്നുള്ള ആത്മവിശ്വാസം അത് BJP-യെ സംബന്ധിച്ച് NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഉണ്ട് താനും. ഇനിയിപ്പോൾ നമ്മൾ പോളിംഗ് ഒരുക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ വോട്ടിംഗ് ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷേ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയധികം വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് SIR-നൊക്കെ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഇതിന് വലിയ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 2,71,96,936 പേരാണ് വോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണക്കാട് ഗേൾസ് സ്കൂളിലെ ഈ പറയുന്ന പോളിംഗ് സ്റ്റേഷനിലാണ്. അവിടെ നമുക്ക് ചില പ്രത്യേകതകളൊക്കെ കാണാൻ സാധിക്കും. ഈ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടർമാരെ ആകർഷിക്കാൻ വലിയ തരത്തിലുള്ള ചില പദ്ധതികളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഊബർ ടാക്സി ഫ്രീ ആക്കുന്നു, അതേപോലെ കഫേ കോഫി ഡേയിൽ ചില ഓഫറുകൾ വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും 24 വർഷത്തിനു ശേഷം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 4,66,408 കന്നി വോട്ടർമാരുണ്ട് എന്നുള്ളതാണ്. ഷഫീദ്, എനിക്ക് തോന്നുന്ന ആ ബൂത്തിന്റെ ഒരു സവിശേഷത പിങ്ക് ബൂത്താണ്. അതായത് ആ ബൂത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും സ്ത്രീകളാണ് എന്നുള്ളതാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള ഈ പിങ്ക് ബൂത്ത്, യങ് ബൂത്ത് തുടങ്ങിയ ചില പ്രത്യേക ബൂത്തുകളൊക്കെ ഉണ്ട്. പറയാം ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം ഞാൻ ആ കണക്ക് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് 18-നും 19-നും ഇടയിലുള്ള 4,66,408 കന്നി വോട്ടർമാരാണ് ഇത്തവണ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത്. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പിങ്ക് ബൂത്താണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇവിടുത്തെ ബൂത്ത് ഈ പറയുന്ന ഓഫീസേഴ്സ്, അത് ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. അങ്ങനെ പലതരത്തിൽ നേരത്തെ സൂചിപ്പിച്ചുള്ള യങ് ബൂത്ത്, അതേപോലെ പിങ്ക് ബൂത്ത്, വനിതാ സൗഹൃദ ബൂത്ത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം വനിതകളായിരിക്കും. മാത്രവുമല്ല നാളെ ഈ കന്നി വോട്ടർമാർ ഹൽവ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ടർമാരെ ആകർഷിക്കാനാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കിയിട്ടുള്ളത്. ഇനി ഈ പ്രശ്നബാധിത ബൂത്തുകൾ സാധാരണഗതിയിൽ നമുക്കറിയാം, എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നമ്മൾ ശ്രദ്ധയോടെ നോക്കുന്നതാണ്. സംസ്ഥാനത്താകെ 2040 പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 883 സ്ഥാനാർത്ഥികൾ, ആകെ ബൂത്തുകളുടെ എണ്ണം 30,495. 1.46 ലക്ഷം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ സുരക്ഷ അത് ഇത്തവണ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനാൽ ഈ കുട്ടിക്കലാശ സമയത്തൊക്കെ പലതരത്തിലുള്ള സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ അത് ക്രമീകരിക്കാൻ സുരക്ഷ ഒരുക്കുന്നതിലും കൂടുതൽ CRPF ഉദ്യോഗസ്ഥരടക്കം വിന്യസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ട് തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ പലതരത്തിൽ ആ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി വരികയാണ്. SK. ഓക്കെ, താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.